BA സോഷ്യോളജിയുടെ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം നമ്മൾ എഴുതി അല്ലെ. അതിന്റെ എക്സാം പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ സൂം ലൈവിലും യൂട്യൂബ് ലൈവിലും കൂടാതെ തന്നെ ഷോർട്ട് നോട്ട്സിലും തന്ന കാര്യങ്ങൾ മാത്രമേ ഇതിന് വന്നിട്ടുള്ളൂ, ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു എക്സാം പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ ഏതൊക്കെ പോർഷനിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പൊ ഇതില് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ കേസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്? എന്താണ് ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് കാരണമാക്കുന്ന എന്താണ് കാരണങ്ങൾ അല്ലെ? സമൂഹ മാറ്റത്തിന് സോഷ്യൽ ചേഞ്ചിന് കാരണമാക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് എന്താണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ, ഒരു സമൂഹത്തിലെ പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾ, ഐഡിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ അല്ലെ. അങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പാരിസ്ഥിതിക വാർ ആൻഡ് കോൺഫ്ലിക്റ്റുകൾ, കൂടാതെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്സുകൾ, ഇതിന്റെ ഫലമായിട്ട് ഒരു സമൂഹം മാറ്റത്തിന് വിധേയമാകുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനെ അങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. 2-3 പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെ? കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്താണ് അല്ലെ? എന്താണ് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള കൃഷികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെ, മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള കൃഷികൾ, കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ അല്ലെ. വിപണിയിലെ ഏത് തരത്തിനാണോ അല്ലെങ്കിൽ ഏത് വിഭവത്തിനാണോ കൂടുതൽ വിലയുള്ളത് ആ ഒരു വിളയെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോ നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നീലത്തിന് ഒരു കാലഘട്ടത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു, കുറച്ചുകൂടി ഡിമാൻഡ് കൂടിയിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു നീലം കൃഷിക്ക് നാണ്യവിളയ്ക്ക് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കുകയും ഭക്ഷ്യവിളകളെ എന്ത് ചെയ്യാണ് നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പൊ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വിപണി അടിസ്ഥാനമാക്കിയിട്ടുള്ള കാർഷിക വൃത്തി അല്ലെ, കൃഷികൾ അല്ലെങ്കിൽ വിഭവങ്ങൾ ഉണ്ടാക്കുക. അതെന്തായിരിക്കും? ഭക്ഷ്യവിളയിൽ നിന്നും വിപരീതമായിട്ട് അത് എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? നാണ്യവിളയ്ക്ക് ആയിരിക്കും. ഓക്കെ. ഇനി ഹൗ ഡിഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് affect the power of dynamics between the urban and rural classes during feudalism എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂഡലിസം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ട്രേഡും കൊമേഴ്സും വാണിജ്യവും വ്യാപാരവും എങ്ങനെയാണ് പവർ ഡൈനാമിക്സിനെ മാറ്റിയിട്ടുള്ളത് എന്ന് പറയാം. എന്താണ് പവർ ഡൈനാമിക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സമൂഹത്തിനെ നിയന്ത്രിക്കുന്ന ബന്ധങ്ങളെ നമ്മൾ പവർ ഡൈനാമിക്സ് എന്ന് ഉദ്ദേശിക്കും അല്ലെ. ഒരു സമൂഹത്തിന്റെ ഏത് ബന്ധങ്ങളെയും കൂടാതെ സാമ്പത്തിക ശേഷിയെയും സാമൂഹ്യ ശ്രേണിയെയൊക്കെ നിയന്ത്രിക്കുന്ന പവറാണ് പവർ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ട്രേഡും കൊമേഴ്സും ഫ്യൂഡൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മാറ്റത്തിന് വിധേയമാക്കിയത് നോക്കുമ്പോൾ, ഈ ഒരു ട്രേഡും കൊമേഴ്സും വന്നതോടുകൂടി, വാണിജ്യ വ്യാപാരം വന്നതോടുകൂടി നഗര കേന്ദ്രങ്ങൾ ഉയർന്നു വരികയും അവിടെ കരകൗശല വിദഗ്ധരും കൂടാതെ തന്നെ മുതലാളിമാരും ഉയർന്നു വരികയും ഫ്യൂഡൽ സൊസൈറ്റിയുള്ള പവർ ഡൈനാമിക്സിൽ നിന്നും മാറ്റം വരികയല്ലേ. ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഫ്യൂഡൽ പ്രഭുവായിരുന്നു പവർ ഡൈനാമിക്സിന്റെ സെൻട്രൽ കേന്ദ്രം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കൊമേഴ്സും ട്രേഡും വന്നതോടുകൂടി എന്ത് മാറുകയാണ്? ഈ ഒരു പ്രഭുവിന്റെ ആ ഒരു പവറിന് കോട്ടം തട്ടുകയും മറിച്ച് ആര് വരികയാണ്? അർബൻ സെന്റേഴ്സിലെ മുതലാളിമാർക്ക് എന്ത് വരികയാണ്? പവറിന്റെ കേന്ദ്രം അല്ലെ. ഈ പവർ ഡൈനാമിക്സിലെ ഒരു പോയിന്റ് ആയിട്ട് അവർ അല്ലെങ്കിൽ കേന്ദ്ര ശക്തികളായിട്ട് അവർ മാറുകയും ചെയ്യുകയുണ്ടാവുന്നു. ഓക്കെ. ഇനി വാട്ട് എക്കണോമിക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഫ്യൂഡലിസം? ഫ്രാഗ്മെന്റേഷൻ ഓഫ് ഫ്യൂഡലിസം നമ്മൾ കുറെ പറഞ്ഞതാണല്ലേ. എന്താണ് ഫ്യൂഡലിസത്തിന്റെ ശിഥിലീകരണം എന്നൊക്കെ നമ്മൾ വിവരിച്ചതാണ്. അതിൽ എക്കണോമിക് ഫാക്ടേഴ്സുകളിലെ കാർഷിക വൃത്തി അല്ലെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയും നഗര സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയുമാണ് എന്തിലേക്ക് കാരണമാക്കുന്നത്? ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലേക്ക് കാരണമാക്കുന്നത്. ഇനി ഇവിടെ ILO എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ILO? അപ്പൊ എന്താണ് ILO എന്ന് എഴുതണം. എന്താണ് ILO? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെ. തൊഴിലാളികളുടെ സംരക്ഷണം, അവരുടെ ക്ഷേമത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് ILO എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ദ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് ഡിസൈൻഡ് ആസ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഈ ഒരു
കാലഘട്ടത്തെ എന്താണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മളുടെ വ്യവസായ വിപ്ലവം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം അല്ലെ, ഈ വ്യവസായാന്തര കാലഘട്ടം, അനന്തര കാലഘട്ടം എന്നൊക്കെ പറയും അല്ലെ. വ്യവസായിക കാലഘട്ടം കഴിഞ്ഞിട്ട് അതിന്റെ ഒരു പ്രത്യാഘാതമാണ് എന്തിലേക്ക് സംഭവിക്കുന്നത്, ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക്. അവിടെ സോഷ്യൽ ക്ലാസുകളിൽ മാറ്റം ഉണ്ടാകുന്നു, സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നു, എക്കണോമിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാകുന്നു, പിന്നെ സർവീസ് സെക്ടറിൽ പലതരത്തിലുള്ള ഇമ്പാക്റ്റുകൾ, സേവന രംഗത്ത് കൂടാതെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ തരത്തിലുള്ള ചലനങ്ങൾ എന്തുണ്ടാക്കുന്നുണ്ട്, ഈ ഒരു പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന് എഴുതാം. ഇനി 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോ, സെക്ഷൻ ബിയിലേക്ക് വരുമ്പോ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്താണ് റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ഗ്ലോബലൈസേഷൻ. എന്താണ് ഗ്ലോബലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ നോക്കണം അല്ലെ. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹികപരമായിട്ടുള്ള ഒരു ബന്ധത്തെയൊക്കെ പരസ്പര ബന്ധത്തെ നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ പരസ്പര ആശ്രിതത്വത്തെ നമ്മൾ വിളിക്കുന്നു, ഗ്ലോബലൈസേഷൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇനി എന്താ അതിനുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിന്റെ 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ ഹാസ് ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലെ. അത് ഈസിയാണ്. എന്താണ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പരസ്പര ആശ്രിതത്വമാണല്ലേ സംസ്കാരവും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് എങ്ങനെയാണ് സാംസ്കാരികപരമായിട്ടുള്ള എക്സ്ചേഞ്ചിന് കാരണമായത്? സിമ്പിൾ ആണല്ലേ. ഇപ്പോ പല രാജ്യങ്ങളിലുള്ള കൾച്ചേഴ്സുകൾ അല്ലെ, ഇപ്പൊ കൊറിയൻ ടച്ച് അല്ലെ, ബ്രിട്ടീഷ് ടച്ച് എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പൊ ആ കൊറിയയിലെയും ബ്രിട്ടനിലെയും ഒക്കെ ഉള്ള ആ ഒരു ഫാഷൻ ട്രെൻഡ് നമ്മൾ ഇപ്പൊ ഇവിടെ അനുകരിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ഫലമായിട്ടാണ്? ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ടാണ് അല്ലെ. എല്ലാവർക്കും ഇപ്പോ K-pop ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് പിങ്ക് പോലുള്ള അല്ലെങ്കിൽ BTS പോലുള്ള ആർമികളൊക്കെ ഉണ്ട് അല്ലെ, ഇപ്പൊ കേരളത്തിലുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ്? അല്ലെങ്കിൽ ഡ്രസ്സിംഗ് സെൻസിൽ ഉണ്ടായിട്ട് മാറ്റം, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ചൈനീസ് റെസ്റ്റോറന്റുകളിൽ അല്ലെങ്കിൽ കൊറിയൻ റെസ്റ്റോറന്റുകളിലൊക്കെ പോകുന്നുണ്ടാ. ഇതൊക്കെ അവിടുത്തെ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്, സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ നമ്മൾ അറേബ്യൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അറേബ്യൻ ഫുഡ്സുകൾ, മന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷവർമ ആയിക്കോട്ടെ അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ്? ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ടാണ്. ഇതാണ് കൾച്ചറൽ എക്സ്ചേഞ്ച്. ഇപ്പൊ നമ്മുടെ വിവാഹ ചടങ്ങുകളിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പ്രീ വെഡിങ് ഷൂട്ട് ഉണ്ടാകും അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ വെഡിങ്, ഇതൊക്കെ എവിടുന്ന ഫോറിൻ കൺട്രീസിൽ നിന്ന് നമ്മൾ അത് ഒക്യൂർ ചെയ്യല്ലേ. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഫലമായിട്ടാണ്? ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ടാണ്. ഇനി സാമ്പത്തിക വ്യവസ്ഥയിലാണെങ്കിലും പലതരത്തിലുള്ള കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ എവിടെ വരുന്നുണ്ട്? ഈ ഒരു നമ്മളുടെ നാട്ടിലും കൂടാതെ തന്നെ ഏതൊരു നാട്ടിലും ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ഡിഫൈൻ ഫ്യൂഡലിസം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഫ്യൂഡലിസത്തെ നിർവചിക്കുക. എന്താണ്? ഭൂമിയെ അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥയെയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്പ്രദായത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്യൂഡലിസം എന്ന് വിളിക്കുക അല്ലെ. അത് എന്താണ്? ഒരു ശ്രേണീബദ്ധമായിട്ടാണ് ഈ ഒരു ഫ്യൂഡലിസം പോകുന്നത് അല്ലെ. ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ ഫ്യൂഡൽ എന്താണ്? ഫ്യൂഡലിസം എങ്ങനെയാണ് വന്നത്? ആ ഒരു വേർഡിന്റെ ഒറിജിൻ ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുണ്ടു ഭൂമി എന്ന അർത്ഥം വരുന്നു. ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് വരുന്നത്? ഈ ഒരു ഫ്യൂഡലിസം എന്ന് പറഞ്ഞ പദം വരുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? കൂടാതെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ശ്രേണീബദ്ധമായിട്ടുള്ള ആദ്യം രാജാവ്, പിന്നെ രാജാവ് കുറച്ച് ഭൂമി ആർക്ക് കൊടുക്കുന്നു? പ്രഭുവിന് കൊടുക്കുന്നു. പിന്നെ പ്രഭുവിന്റെ താഴെ നൈറ്റ്സിന് കൊടുക്കുന്നു. നൈറ്റ്സ് അത് കർഷകർക്ക് കൊടുക്കുന്നു. അതിന്റെ താഴെ അടിമകളുണ്ട്. ഈ ഒരു സോഷ്യൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് എഴുതിയിരിക്കണം. ഓക്കെ, ഇനി how did the decline of surplus contribute to change in economic system during the transition from feudalism to more market oriented economy? ഇത് കൂടുതലായിട്ട് നമ്മൾ ഫ്യൂഡലിസം ആ ഒരു ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞിരുന്നല്ലേ, മിസ് പറഞ്ഞിരുന്നത് എന്താണ്? അതിൽ നിന്നും കൃത്യമായിട്ട് വരും എന്ന്. കൂടാതെ നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് തന്നതിലൊക്കെ കൃത്യമായിട്ട് എന്താണ് ഫ്യൂഡലിസത്തെ നിർവചിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇതില് എന്താണ് എഴുതേണ്ടത്? എങ്ങനെയാണ് how did the decline of സർപ്ലസിന്റെ ഡിക്ലൈൻ എന്താണ്? ഫ്യൂഡൽ സർപ്ലസിന്റെ ഡിക്ലൈൻ എങ്ങനെയാണ് എന്തിലേക്ക് മാറ്റിയത്? മാർക്കറ്റ് ഓറിയന്റഡ് എക്കണോമി ആക്കിയിട്ട് അർബൻ സൊസൈറ്റിയെ മാറ്റിയത് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോ ഫ്യൂഡലിസത്തിന്റെ തകർച്ചയാണ്. കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ഫ്യൂഡലിസത്തിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് തകരുകയാണ്. അപ്പൊ സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ ലാഭം അല്ലെ. അപ്പൊ ലാഭമാണ്
എന്ത് സർപ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സർപ്ലസിൽ എന്ത് വരുന്ന തകർച്ച ഉണ്ടാകുന്നതോടുകൂടി മാർക്കറ്റ് എക്കണോമി എവിടെ വികസിക്കുന്നുണ്ട്? അർബൻ സെന്റേഴ്സിലെ, യൂറോപ്പിലെ അർബൻ സെന്റേഴ്സിലെ വികസിക്കുന്നുണ്ട്. അതിനെങ്ങനെ നോക്കിയാൽ മതി. ഇനി ഹൗ ഡിഡ് ദ ഗ്രോത്ത് ഓഫ് അർബൻ സെന്റേഴ്സ് ഇമ്പാക്ട് ഫ്യൂഡലിസം? ഇത് സിമ്പിൾ ആണ്. ഇതൊക്കെ എന്താണ് കണക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ തന്നെയാണ്. എങ്ങനെയാണ് ഫ്യൂഡലിസത്തെ ഇമ്പാക്ട് ചെയ്യിപ്പിച്ചത്? അർബൻ സെന്റേഴ്സ് ഇമ്പാക്ട് ചെയ്യിപ്പിച്ചത്. ഫ്യൂഡലിസത്തിന്റെ തകർച്ചയിലേക്ക് എന്ത് കൊണ്ടുവരുന്നുണ്ട്? നഗരവൽക്കരണം കൊണ്ടുവരുന്നുണ്ട് അല്ലെ. കാരണം ഫ്യൂഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയാണ് അല്ലെ. കാർഷിക അടിസ്ഥാനത്തിൽ ഒരു അടഞ്ഞ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഫ്യൂഡലിസം ഉണ്ടായിരുന്ന. മനോറിയൽ സിസ്റ്റവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഫ്യൂഡലിസം. നിങ്ങൾക്കറിയാം. കാരണം എന്താണ്, മാനർ ഗൃഹത്തിൽ തന്നെ എന്താണ് ആ ഒരു സ്ഥലത്ത് തന്നെ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഫ്യൂഡൽ സൊസൈറ്റി എന്ന് പറഞ്ഞ അല്ലെ. അവിടെ തന്നെ മില്ലുകൾ ഉണ്ടായിരുന്നു, കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഫ്യൂഡൽ ഏരിയയിൽ തന്നെ, മാനറിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അർബൻ സെന്റേഴ്സിന്റെ ഉദയം എന്തിലേക്ക് മാറ്റി? ഈ ഒരു മെനോറിയൽ സിസ്റ്റത്തിലുള്ള ആൾക്കാരൊക്കെ എങ്ങോട്ട് പോവുകയാണ്? നഗര കേന്ദ്രങ്ങളിലേക്ക് ജോലിക്കായിട്ട് പോകുന്നു, ബെറ്റർ ലിവിങ് ഫെസിലിറ്റീസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. അപ്പൊ എന്ത് തകരുകയാണ്? ഈ ഒരു ഫ്യൂഡലിസം തകരുന്നു. അപ്പൊ എന്താണ് ഈ ഒരു വ്യവസ്ഥ എന്തിലേക്ക് തകർച്ച? അർബൻ സെന്റേഴ്സിന്റെ അല്ലെങ്കിൽ നഗരവൽക്കരണം എന്തിലേക്ക് കാരണമാക്കുന്നു? ഈ ഒരു ഫ്യൂഡലിസം തകരുന്നതിലേക്ക് കാരണമാക്കുന്നുണ്ട് എന്ന് പറയാം. ഇനി നമ്മളിപ്പോ 4 മാർക്കിന്റെ കുറെ ഡിസ്കസ് ചെയ്തു. നമുക്ക് 5 മാർക്കിന്റെ 10 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഹൗ ഡിഡ് ഫ്യൂഡലിസം, പിന്നെ എന്ത് വന്നു? ഫ്യൂഡലിസം വരികയാണ് അല്ലെ. ഹൗ ഡിഡ് ഫ്യൂഡലിസം ആൻഡ് ദ മാനർ എക്കണോമി എമർജ്ഡ് ആൻഡ് ഷേപ്പ് മെഡീവൽ ലൈഫ്? അത് സിമ്പിൾ ആണല്ലേ. ആദ്യം എന്ത് എഴുതണം? ഫ്യൂഡലിസം എന്താണെന്ന് എഴുതണം, അതിന്റെ സോഷ്യൽ ക്ലാസിഫിക്കേഷൻ എഴുതണം. പിന്നെ എന്താണ് മാനർ സിസ്റ്റം എന്താണ് അല്ലെ. സ്വയം പര്യാപ്തമായിട്ടുള്ള പ്രദേശം അല്ലെ. ആരാണ് മാനർ ഗൃഹത്തിൽ ഉണ്ടാവുക? ഫ്യൂഡൽ അല്ലെ. ഫ്യൂഡൽ എന്താണ് പ്രഭു ഉണ്ടാവും. ഫ്യൂഡൽ പ്രഭുവിന്റെ അധീനതയിലായിരിക്കും ഈ ഒരു പ്രദേശം ഉണ്ടാകുക. ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളും കർഷകർക്ക് വേണ്ടി സർവ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്നു അല്ലെ. ഈ സർവ്സ് എന്ത് ചെയ്യുന്നു? അവരെ പണിയെടുത്തിട്ട് കുറച്ച് ആ ഒരു ഇപ്പൊ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 ചാക്ക് അവര് നെല്ല് ഉണ്ടാക്കി, അതിന്റെ 50 ചാക്കും അല്ലെങ്കിൽ 80 ചാക്ക് മാർക്ക് കൊടുക്കണമായിരുന്നു, ഫ്യൂഡൽ പ്രഭുവിന് കൊടുക്കണമായിരുന്നു. അപ്പൊ ഈ ഒരു മാനർ സിസ്റ്റം സ്വയം പര്യാപ്തമാണ്. മില്ലുകൾ ഉണ്ടായിരുന്നു, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു? ഈ ഒരു മാനർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിഡീവൽ ലൈഫിൽ അല്ലെ, ആ ഒരു മധ്യ കാലഘട്ടത്തിലെ ജനജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ് എന്ത്? ഫ്യൂഡലിസവും മാനർ ഗൃഹങ്ങളും അല്ലെങ്കിൽ മാനർ എക്കണോമിയും എന്ന് പറയുന്നത്. ഇനി ഹൗ ഡിഡ് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ക്യാപിറ്റലിസ്റ്റ് സ്പ്രെഡ് വേൾഡ്? അതും സിമ്പിൾ ആയിട്ടുള്ള കാര്യം അല്ലെ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ആശ്രിതമാണെന്ന് നമുക്കറിയാം. ഇതെങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള എക്കണോമിയെ സ്വാധീനിച്ചത് അല്ലെ, മുതലാളിത്ത എക്കണോമിയെ സ്വാധീനിച്ചത്? ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബാരിയേഴ്സ് ഇല്ലേ, മതിൽക്കെട്ടുകൾ ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ ഈ ഒരു അമേരിക്കൻ കമ്പനിക്ക് ഇന്ത്യയിലും, ഇന്ത്യൻ കമ്പനിയിലേക്ക് അമേരിക്കയിലേക്കൊക്കെ എന്ത് ചെയ്യാം? കമ്പനികൾ ഉണ്ടാക്കാം അല്ലെ. ഫാക്ടറീസുകൾ ബിൽഡ് ചെയ്യാം. അങ്ങനെ എന്താണ് ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയാക്കിയിട്ട് എന്ത് പോവുകയാണ്? ഗ്ലോബലൈസേഷൻ പോവുകയാണ്. അപ്പൊ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ 1991 ആകുമ്പോഴേക്കും LPG റിലീസ് ആവുന്നല്ലേ. ആ ഒരു വരുമ്പോൾ ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ വരുമ്പോഴേക്കും എന്താവുന്നു? ഒരു തുറന്ന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യ മാറുകയാണ്. അപ്പൊ എന്താണ്, ഇതൊരു ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത വർഗത്തിന് കുറച്ചും കൂടി ഗുണവത്തായിട്ടുള്ള രീതിയിലാണ് എന്ത് പോകുന്നത്? ഈ ഒരു ഗ്ലോബലൈസേഷൻ പോകുന്നത്. അപ്പൊ ആ ഗ്ലോബലൈസേഷൻ എന്താണ് എഴുതണം, അതിന്റെ ആഫ്റ്റർ എഫക്ട് എഴുതണം. ക്യാപിറ്റലിസം എന്താണ് എഴുതിയിട്ട് അതെങ്ങനെയാണ് ഗ്ലോബലൈസേഷനുമായിട്ട് കൂടിച്ചേർന്നിട്ട് അത് എങ്ങനെയാണ് അത് വേൾഡ് വൈഡ് ആയിട്ട് മാറുന്നത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എങ്ങനെയാണ് ടൗൺസിലെയും സിറ്റീസിലെയും വളർത്തിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെ അല്ലെ. എന്താണ്, ഒരു സ്ഥലത്ത് ഒരു വ്യവസായശാല വരുമ്പോൾ അവിടെ എന്ത് വരുന്നു? അവിടെ കുറെ തൊഴിലാളികൾ വരുന്നു അല്ലെ. ആ തൊഴിലാളിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ചന്തകൾ ഉണ്ടാവുന്നു. കൂടാതെ തന്നെ അവിടെ ഹോസ്പിറ്റൽസ് വരുന്നു, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കൂളുകൾ വരുന്നു. അങ്ങനെ അതൊരു നഗര കേന്ദ്രമായിട്ട് മാറാനുള്ള. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷൻ എന്തിനെ കാരണമാക്കുന്നുണ്ട്? നഗരങ്ങളുടെ വളർച്ചയിലേക്ക് കാരണമാക്കുന്നുണ്ട്. അപ്പൊ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഈ വന്നിട്ടുള്ള സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ പറഞ്ഞ
വന്നിട്ടുള്ള സൂം ലൈവിലും യൂട്യൂബ് ലൈവിലും ഷോർട്ട് നോട്ടിലും കൂടാതെ തന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടിലും ഒക്കെ വന്നിട്ടുള്ള കുറേ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അത് നോക്കി പഠിച്ചാൽ തന്നെ എന്താണ് ഈ ഒരു എക്സാമിന് നിങ്ങൾ ഫുൾ പാസ്സാ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്, ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.